അങ്ങനെ കാത്തിരുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ തിരിതെളിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പമാണ് IM വിജയൻ ദീപശിഖ തെളിയിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിന്റെ പ്രിയങ്കരനായ ശ്രീ IM വിജയൻ ഇന്ന് മുതൽ 28-ാം തീയതി വരെ കെടാതെ സൂക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതാ ഈ ദീപശിഖ തെളിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ശ്രീ IM വിജയൻ. സ്കൂൾ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം ധനകാര്യമന്ത്രിയാണ് നിർവഹിച്ചത്. വർണ്ണാഭമായ വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റോടെയാണ് സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കമായതും. നാളെ മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 20,000-ലധികം കുട്ടിത്താരങ്ങളാവും പങ്കെടുക്കുക. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മുടെ രുചീഷ് രവീന്ദ്രനും സ്പോർട്സ് ടീമും റെഡിയാണ്. രുചീഷ്, അങ്ങനെ തിരിതെളിഞ്ഞു, ആക്ച്വലി ട്രാക്ക് ഉണർന്നിട്ടുണ്ട്. ഇനി മത്സരങ്ങളൊക്കെ ഉള്ള കാത്തിരിപ്പാണ്. തലസ്ഥാനത്ത് ചെറിയ മഴയുണ്ട്, തലസ്ഥാനത്തല്ല കേരളം ഒട്ടാകെ മഴയുണ്ട്. അപ്പോൾ ഈ മഴ എന്തെങ്കിലും വെല്ലുവിളിയുണ്ടോ? ട്രാക്കും കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? നമ്മൾ പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞില്ലേ രുചീഷ്? തീർച്ചയായും സേതുലക്ഷ്മി, വലിയ ഒരുക്കങ്ങളുണ്ട്. എന്തായാലും നമ്മൾ കാണുന്ന ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മഴ ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു. ചെറിയ ചാറ്റൽ മഴ തുടക്കം മുതലുണ്ട്, പക്ഷേ അതൊന്നും കുട്ടികളെ ബാധിച്ചിട്ടില്ല. വലിയ ആവേശം കാണാനുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് സംഘത്തിനൊപ്പമാണ്. കോഴിക്കോട് ടീം എന്തായാലും ഈ മീറ്റിലേക്ക് മത്സരങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ആദ്യത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് ഈ മാർച്ച് പാസ്റ്റ് ആയിരുന്നു. ആ മാർച്ച് പാസ്റ്റിലെ വിജയികളാണ് കോഴിക്കോട് സംഘം. എന്തായാലും വലിയ ആവേശത്തോടെയാണ് കുട്ടികളും അധ്യാപകരും ഒക്കെ ഇവിടെ ഉള്ളത്. ന്യൂസ് മലയാളം സംഘവും രാവിലെ മുതൽ ഈ പരിപാടിയുടെ തുടക്കം മുതൽ വലിയ സജ്ജീകരണങ്ങളുമായി നമ്മളും തയ്യാറാണ്. നമ്മൾ ഓരോ സംഘത്തിലേക്ക് പോകുമ്പോൾ, ഓരോ കുട്ടികളിലേക്ക് പോകുമ്പോൾ വലിയ ആവേശം കുട്ടികളിൽ കാണാം. തുടക്കം മുതൽ അവർ ഈ ഒരുക്കത്തിനായി, അതായത് മാർച്ച് പാസ്റ്റ് ആയിരുന്നു ഇതിലെ ഏറ്റവും സവിശേഷമായ പരിപാടി. അതിനുശേഷം ഇപ്പോൾ പ്രകടനങ്ങളിലേക്ക് പോവുകയാണ്. എന്തായാലും കുട്ടികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ വിജയം, അധ്യാപകർ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യത്തെ വിജയം കിട്ടി, ഒരുപാട് സന്തോഷം അല്ലേ? നമ്മള് എന്തായാലും മാർച്ച് പാസ്റ്റിലേക്ക് വരുമ്പോൾ സാധാരണ രീതിയിൽ മാർച്ച് പാസ്റ്റ് ഒരു വലിയ ആവേശമായി എടുക്കുന്നതല്ല, കാരണം മത്സരങ്ങളിലേക്കാണ് ആളുകൾ കാണുന്നത്. പക്ഷേ ഇത്തവണ മാർച്ച് പാസ്റ്റിൽ തന്നെ ഒരു വിജയം തുടങ്ങി. അതെ, കഴിഞ്ഞ വർഷം ഞങ്ങൾ മാർച്ച് പാസ്റ്റിൽ നഷ്ടപ്പെട്ടുകൊണ്ട് വളരെ നിരാശയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വളരെ ചിട്ടയായ ഒരു പരിശീലനം തന്നെ ഞങ്ങൾ മാർച്ച് പാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ വർഷം കപ്പ് കോഴിക്കോട് തന്നെ എടുക്കും, ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 3-ാം സ്ഥാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ 3-ാം സ്ഥാനം വാങ്ങി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പം ഞങ്ങളെടുത്തൊരു പ്രതിജ്ഞ എന്ന് പറയുന്നത് 1-ാം സ്ഥാനം വാങ്ങുന്നതാണ്. ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് വന്നത്. നിങ്ങൾ അയൽക്കാരായ മലപ്പുറം കഴിഞ്ഞ തവണ വലിയൊരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വർഷം ഞങ്ങൾ കോഴിക്കോട് തന്നെയാണ് ഞങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞങ്ങൾ. ടീമിനെ കുറിച്ച് എങ്ങനെയാണ് ടീമിനൊക്കെ ക്രമീകരിച്ചത്? നല്ല ടീമാണ്, അത്യാവശ്യം നല്ല ടീമാണ്. എല്ലാ ഇവന്റിലും നല്ല പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇനങ്ങളിലും തന്നെ സംഘങ്ങളിലും പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇനങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഇനങ്ങളിലും കൃത്യമായ പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്നറിയില്ല, നാളെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ. ഏറ്റവും നല്ല രീതിയിൽ മത്സരിക്കാൻ വേണ്ടി നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഞങ്ങൾ എന്തായാലും ശ്രമിക്കും. ജയവും തോൽവിയല്ല, ഏറ്റവും നന്നായി മത്സരിച്ച് ഇൻക്ലൂസീവ് സ്പോർട്സിൽ കോഴിക്കോടിൻ്റെ യശസ് ഉയർത്തുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് ഞങ്ങൾ ഫുൾ സെറ്റാണ്. 158 കുട്ടികളും അതേപോലെ തന്നെ 10-50ഓളം സ്റ്റാഫുമായിട്ട് വലിയൊരു പട തന്നെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ DPC ഹക്കീം സാറുണ്ട്, അതേപോലെ തന്നെ DPO അജയ മാഷുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഹക്കീം മാഷൊക്കെ വളരെ ആവേശത്തിലാണ്. നാളെ മുതൽ അങ്ങ് മത്സരത്തിലേക്ക് കടന്നാൽ മതി. വലിയ സന്തോഷത്തിലാണ് കോഴിക്കോട് സംഘമുള്ളത്. കാരണം നമ്മൾ കാണുന്നത് പോലെ ഇത് എല്ലാ കുട്ടികളെയും, അതായത് എല്ലാ വിഭാഗം കുട്ടികളെയും ഒരുമിപ്പിക്കുന്ന ഒരു കായികോത്സവമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ അധ്യാപകർ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 കുട്ടികൾക്ക് ഒരു അധ്യാപകർ എന്ന കണക്കിലൊക്കെ ആ തരത്തിലാണ് ഒരുക്കങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ മൈതാനത്തിന് നടുവിലേക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടെ കലാപരിപാടികൾ കൂടി, ഈ മേളയുടെ ഭാഗമായുള്ള കലാപ്രകടനങ്ങൾ കൂടി, ഒരു സാംസ്കാരിക പരിപാടികൾ കൂടി നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടി വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ എത്തുന്നത്. നമുക്ക് ന്യൂസ് മലയാളം സംഘം, നമ്മുടെ ഇത്തവണ ന്യൂസ് മലയാളം സംഘത്തിന്റെ വിശേഷങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. സേതു, നമ്മോടൊപ്പം ഇപ്പോൾ ദേവൻ, അതോടൊപ്പം ഹാൻസ് ജോൺ, നമ്മുടെ മനീഷ് ഐഷ മാത്യു, 3 പേരും ഇവിടെ ഉണ്ട്. നമ്മുടെ സംഘം അർജുൻ രാജ് അടക്കമുള്ള ആളുകൾ അതിന് മറ്റ് ഭാഗങ്ങളിലും ഉണ്ട്. എന്തായാലും മനീഷ്, വലിയ ആവേശം നമുക്ക് കാണാം ഈ തുടക്കത്തിലൊക്കെ. കാരണം കുട്ടികൾ, ഈ മഴയൊക്കെ ഉണ്ട്, ചെറിയ മഴ, ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കുട്ടികൾ എല്ലായിടത്തും അങ്ങനെ ആവേശത്തോടെ നിൽക്കുകയാണ്. ഇനി മത്സരിച്ചാൽ മതി.
തീർച്ചയായും അത് ഏറ്റവും പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രകടനമാണ് ദീപശിഖ നടത്തിയപ്പോൾ കാണിച്ചിരുന്ന ആ ഒരു വർണ്ണാഭമായ ഒരു വെടിക്കെട്ട് നടന്നത്. അത് തന്നെ അതിനൊരു പോസിറ്റീവായിട്ട് ഏതോ വേദിയിലാണ് എന്ന് തോന്നിക്കുന്ന പോലെ ഒരു വലിയൊരു ഒരു നിറത്തോടുള്ള ഒരു തുടക്കമാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം എങ്ങനെ പോയാലും ഏറ്റവും മികച്ച രീതിയിലേക്ക് തന്നെയായിരിക്കും എത്തുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ മാർച്ച് പാസ്റ്റിൽ തന്നെ കുട്ടികളുടെ ആവേശം ഭയങ്കരമാണ്. 1ാം സ്ഥാനം കിട്ടിയ കോഴിക്കോടാണെങ്കിലും 2ാമതെത്തിയ വയനാടാണെങ്കിലും ഒക്കെ കിരീടം നേടിയതുപോലുള്ള ഒരു ആഘോഷം അവിടെ കണ്ടു. വലിയ രീതിയിലാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവർ അധ്യാപകർ സംസാരിക്കുമ്പോൾ പോലും കഴിഞ്ഞ തവണ അവർക്ക് കിട്ടാത്ത ഇത്തവണ നേടിയതിൻ്റെ ഒക്കെ ഒരു വലിയ ആവേശമാണ്. അപ്പം ആ ആവേശം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ മഴയും ഒരുപക്ഷെ കുട്ടികളുടെ ഈ ആവേശത്തിന് മുമ്പിൽ മാറി നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെ സേതു അത് പറഞ്ഞതുപോലെ വലിയ ആവേശം നമുക്ക് തുടക്കം മുതൽ കാണാം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ദീപശിഖയിലേക്ക് IM വിജയൻ ഈ തിരി തെളിയിക്കുമ്പോൾ വലിയ ഒരു വർണ്ണവിസ്മയമാണ് ഉണ്ടായത്. അത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഒളിമ്പിക്സിലൊക്കെ കാണുന്ന ആ തരത്തിൽ തന്നെയാണ് ഈ സംഘാടകർ അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. 2ാമത്തെ ഒരു സ്കൂൾ ഒളിമ്പിക്സ് ആണ്. എന്തായാലും അതേ ആവേശം തന്നെ കാണാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഹാൻസ് ഈ തങ്കുവിനെയൊക്കെ തലയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. തങ്കു നമ്മുടെ ഭാഗ്യ ചിഹ്നമാണ്, ഇത്തവണത്തെ മേളയുടെ ഭാഗ്യ ചിഹ്നമാണ്. ഹാൻസ് എത്രാമത്തെ മേളയാണ്? എൻ്റെ 2ാമത്തെ വേള. കഴിഞ്ഞ വട്ടം കൊച്ചിയിന് ശേഷം 2ാമത്തെ വേള. വലിയ ആവേശം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ കൊച്ചിയിലേക്കാൾ കൂടുതൽ ആവേശം കുട്ടികളിൽ കാണാം. എനിക്ക് ഒരു ഉദ്ഘാടനത്തിലൊക്കെ ആളുകൾ കുറയുന്നതോ അല്ലെങ്കിൽ മാർച്ച് പാസ്റ്റിൽ ഈ രീതിയിലൊരു സംഘാടനം അധികം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ സംഘടിപ്പിച്ചതായി തോന്നി. തീർച്ചയായും കഴിഞ്ഞ വട്ടത്തെക്കാളും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും തലസ്ഥാനത്തായതുകൊണ്ട് കൂടുതൽ സ്കൂളുകൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ കുട്ടികൾ എത്തിച്ചുകൊണ്ട് കുറച്ചുകൂടെ വർണ്ണാഭമായിട്ടുള്ള രീതിയിൽ നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വളരെ വിപുലമായ തിരുവനന്തപുരം എല്ലായ്പ്പോഴും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആ അർത്ഥത്തിൽ ആളെ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അതെ തീർച്ചയായും. കാരണം കൂടുതലായും ഈ നഗരത്തിന്റെ പ്രത്യേകത കൂടിയാണിത്. കുട്ടികളെ എല്ലാ സ്ഥലത്തു നിന്നാണെങ്കിലും നഗര കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്കൂളിൽ നിന്ന് ഏറ്റവും അധികം സ്കൂളുകളുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ എപ്പോഴും അതിലുണ്ടാവാറുണ്ട്. അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യമായതുകൊണ്ട് തന്നെ 3000-ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു പരിപാടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്രത്തോളം തന്നെയുള്ള കുട്ടികൾ ഈ പരിപാടിക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ. തങ്കുവിന്റെ ആവേശം കുട്ടികളിലും ഉണ്ടാകട്ടെ മത്സര ദിവസങ്ങളിൽ. ദേവൻ കുഴിശ്ശേരിയാണ്. ദേവൻ കഴിഞ്ഞ കൊച്ചിയിലെ മീറ്റിലും ദേവൻ ഉണ്ടായിരുന്നു. ദേവൻ ഈ ദിവസങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു റെക്കോർഡ് പ്രകടനങ്ങളും മറ്റുമായി നമ്മുടെ കേരളത്തിന്റെ കായിക രംഗത്തെ കുറച്ചുകൂടി ശക്തമായി കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു അത്ഭുത പ്രകടനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഓർമ്മ വന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ തവണയാണ് സ്കൂൾ ഒളിമ്പിക്സ് ആദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു വിജയം എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു അത് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അത്രത്തോളം പങ്കാളിത്തം വരുന്നു കുട്ടികൾക്ക്. ആ ഒരു അവരുടെ ജില്ല ജയിക്കണം എന്നുള്ളൊരു ആവേശം വരുന്നു. ആ ആവേശം മാർച്ച് പാസ്റ്റിൽ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത്, സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്നത് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്, അത് പ്രാവർത്തികമാകുന്നതിൻ്റെ അതിൻ്റെ ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. തീർച്ചയായും കഴിഞ്ഞ തവണ നമ്മൾ കുറേ അത്ഭുതങ്ങൾ കണ്ടാണ് ട്രാക്കിൽ. പുതിയ കുറേ മീറ്റർ റെക്കോർഡുകൾ പിറന്നിട്ടുണ്ടായിരുന്നു. വേഗരാജാവിനെയും വേഗറാണിയെയും നമ്മൾ കണ്ടു. സമയത്തിന്റെ വ്യത്യാസം, വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പരാതികൾ ഉണ്ടായത് പരിഹരിക്കാൻ കൂടിയുള്ള ശ്രമം ഇത്തവണയുണ്ട്, ഉണ്ടാകും. അത് കഴിഞ്ഞ തവണ സമ്മാനദാന തടങ്കിൽ ചെറിയ ഒരു ആശയക്കുഴപ്പമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജനറൽ സ്കൂളിനെയും സ്പോർട്സ് സ്കൂളിനെയും ഒരുമിച്ച് പരിഗണിച്ചു എന്നുള്ളൊരു വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. അതിലുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ കുറ്റമറ്റ രീതിയിൽ തന്നെ പരിപാടി നടത്താൻ തന്നെയാണ് സംഘാടകർ തീരുമാനിച്ചത്. തരത്തിലാണ് നമ്മൾ ഈ തുടക്കം കാണുന്നത്. സേതു അത് പറഞ്ഞതുപോലെ വലിയ ആവേശം നമുക്ക് ഇവിടെ കാണാം. എന്തായാലും വലിയ തരത്തിൽ ആ സംഘാടനവും നമ്മൾ തുടക്കത്തിൽ ഈ മാർച്ച് പാസ്റ്റ് അവസാനിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ മറ്റ് പരിപാടികളിലേക്ക് അപ്പോ ഈ സ്പോർട്സ് മീറ്റിന്റെ ഓരോ കാര്യങ്ങളും അതാത് സമയം കൃത്യവും വ്യക്തവുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടി ഒളിമ്പിക്സ് കാണണം എന്ന് നമ്മൾ പറയും. അതെ. അപ്പൊ നമ്മുടെ ടീം പൂർണ്ണമായിട്ട് സജ്ജമാണ്, ഹോൾ ടീം. അപ്പൊ ഓക്കെ രജേശ്വർ, രവീന്ദ്ര, മനീഷ്, ഐഷ, മാത്യു, ദേവൻ, ഹാൻസ്, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പൊളിക്കൂ, നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് പൊളിക്കൂ. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും കുട്ടി ഒളിമ്പിക്സിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ടീം അവിടെ സജ്ജമാണ്. ഇനി നാളെ ട്രാക്ക് ഉണരാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ.